അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. ഈ വർഷം മുതൽ പരീക്ഷ റബീഉൽ അവ്വലിന്റെ ശേഷമുള്ള പാഠങ്ങൾ മാത്രമാണ് എക്സാമിന് വരുന്നത്. ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. അനുവദനീയമായ കാര്യങ്ങളിൽ അല്ലാഹു തആലയ്ക്ക് ഏറ്റവും കോപമുള്ളത് ബൈഅ, റിബ, ത്വലാഖ്. ത്വലാഖാണ് അതിന്റെ ആൻസർ. ഇവർക്ക് സലാം പറയൽ സുന്നത്തില്ല. ജോലി ചെയ്യുന്നവർ, ഖുർആൻ ഓതുന്നവർ, നടന്നു പോകുന്നവർ. ഖുർആൻ ഓതുന്നവർ. വിൽപ്പന വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഷർത്ത് തുഹ്റ്, കബൂൽ, സമൻ. തുഹ്റ് എന്ന് പറഞ്ഞാൽ ശുദ്ധി, കബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൽ, സമൻ എന്ന് പറഞ്ഞാൽ വില. അതിൽ തുഹ്റാണ് അതിൻ്റെ ആൻസർ. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇദ്ദ ആചരിക്കണം. 3 മാസം 10 ദിവസം, 4 മാസം 10 ദിവസം, 6 മാസം 10 ദിവസം. ഇതിൽ ശരിയുത്തരം 4 മാസം 10 ദിവസം. ശരിയുത്തരം 4 മാസം 10 ദിവസം. മൃഗത്തിന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ വിൽക്കൽ ഹറാം, കറാഹത്ത്, ജായിസ്. ഹറാമാണ് ആൻസർ. അഖല്ലു ത്വലാഖ്. ത്വലാഖിൽ ഏറ്റവും ചുരുങ്ങിയത് മറത്താനി 2 തവണ, സലാസു മറാത്ത് 3 തവണ, മറത്തുൻ 1 തവണ. ഈ മറത്തുൻ എന്നതാണ് എൻ്റെ ആൻസർ. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. ചേരുംപടി ചേർക്കുക. തംലീക്കു മംഫഅത്തിൻ, ഒരു ഉപകാരത്തെ ഉടമസ്ഥപ്പെടുത്തി കൊടുക്കൽ. അത് എൻ്റെ ആൻസർ ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഇജാറത്ത്. റെന്റിന് കൊടുക്കൽ, ഇജാറത്ത്, വാടക കൊടുക്കൽ. അൽ ഫുർഖത്തു ബിഇവളിൻ, പകരം നൽകി വിട്ടുപിരിയൽ. അത് എ ആണ്. അൽ ഖുൽഅ, അതിന് പറഞ്ഞ പേര് ഖുൽഅ ആണ്. ബൈഉ മൗസൂഫിൻ ഫി ദിമ്മത്തി, ഉത്തരവാദിത്വത്തിൽ വിശേഷണം പറഞ്ഞുള്ള കച്ചവടം. അത് ഇ ആണ്. ഈ എന്ന് പറഞ്ഞാൽ അസ്സലം, സലം കച്ചവടം. ഐബുൻ നിക്കാഹി, നിക്കാഹിന്റെ ന്യൂനത. നിക്കാഹിന്റെ ഒരു ന്യൂനതകൾ, ഒരുപാട് ന്യൂനതകൾ ബുക്കിൽ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജുനൂൻ, ഭ്രാന്ത്, ബി. ഖുറൂജുൻ അൻ ത്വാഅത്തി സൗജ്, ഭർത്താവിന് വഴിപ്പെടുന്നതിൽ നിന്ന് ഒഴിവാണ്. എന്ത്? സി. നുഷൂസ്, പിണക്കം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. വാക്തത്വം ചെയ്താൽ ഡേഷ് മുനാഫിഖിന്റെ ലക്ഷണമാണ്, ലംഘിക്കൽ. മൻ അഖറദ ഡേഷൻ മറത്തൈനി കാന കഅദിരി സദഖത്തിൻ മറ. മൻ അഖറദ വരിഖൻ മറത്തൈനി കാന കഅദിരി സദഖത്തിൻ മറ. ഒരാൾ ഒരു വെള്ളി നാണയവും 2 തവണ കടം കൊടുത്താൽ 1 തവണ സദഖ ചെയ്ത കൂലിയാണ്, അതുപോലെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. മഹർ വെള്ളിയാണെങ്കിൽ ഡേഷ് ദിർഹമിൽ അധികരിക്കാതിരിക്കൽ സുന്നത്താണ്. 500 ദിർഹമിൽ അധികരിക്കാതിരിക്കൽ സുന്നത്താണ്. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബ്ബതും ഡേഷ് ബൈനക്കും. അഫ്ഷുസ്സലാമ ബൈനക്കും. അവല അദുല്ലുക്കും അലാ ഷൈഇൻ, അതിനർത്ഥം അവല അദുല്ലുക്കും അലാ ഷൈഇൻ, ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇദാ ഫഅൽതുമൂഹു തഹാബ്ബതും, നിങ്ങളത് ചെയ്താൽ പരസ്പര സ്നേഹം വർദ്ധിക്കും. അതെന്താണ് ആ കാര്യം? അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയലിനെ വ്യാപിപ്പിക്കുക. അഫ്ഷുസ്സലാം ബൈനക്കും എന്നാണ് എൻ്റെ ആൻസർ. വദിയത്ത് സൂക്ഷിക്കാൻ കഴിയുന്നവൻ അത് സ്വീകരിക്കൽ ഡേഷ് ആണ്, സുന്നത്താണ്. അദ്ദി ഡേഷ് ഇല മനി ഇത്തമനക വല തഹുൻ മൻ ഖാനക. അദ്ദിൽ അമാനത്ത ഇലാ മനി ഇത്തമനക, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആൾക്ക് ആ വസ്തു നീ എന്ത് ചെയ്യുക? തിരിച്ചു നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം.
ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. റമദാൻ മാസപ്പിറവി ഉറപ്പിക്കാൻ എത്ര സാക്ഷികൾ വേണം? 1, ഒരാൾ മതി. 2, ഇആറത്തിൻ്റെ വിധി, വായ്പ നൽകുന്നതിൻ്റെ വിധി സുന്നത്ത്. മറ്റൊരാളെ വക്കാലത്താക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് ചോദിച്ചിട്ടുള്ളത്. ബുക്കിൽ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടാവും. ഹജ്ജ്, ഉംറ, ഉദ്ഹിയ്യത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതും നിങ്ങൾക്ക് എഴുതാം. ചെവി കേൾക്കാത്തവൻ്റെ സലാം മടക്കുമ്പോൾ പ്രത്യേകം നിർബന്ധമായ കാര്യം ആംഗ്യം കാണിക്കൽ. ദുനിയാവിൻ്റെ നേട്ടത്തിനു വേണ്ടി ഒരു വ്യക്തിയെ ചുംബിക്കൽ കറാഹത്ത്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ എത്ര? 4 കടമകളുണ്ട്. നേരെ തിരിച്ചും 4 കടമകളുണ്ട് കേട്ടോ. ഭർത്താവിന് ഭാര്യയോട് ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. കച്ചവടത്തിൽ ഈജാബ് എന്ത്? ചോദ്യം നല്ല ശ്രദ്ധിക്കണം. കച്ചവടത്തിൽ ഈജാബ് എന്ത്? ഈജാബിൻ്റെ ഒരു ഉദാഹരണം അവിടെ എഴുതി കൊടുത്താൽ അതിന് ഉത്തരം കിട്ടൂല. ഈജാബിൻ്റെ ഡെഫിനിഷനാണ് എഴുതേണ്ടത്. എന്താണ് ഈജാബ് എന്നൊരു എന്താണ് നിങ്ങൾക്കൊരു തെതിരിപാതിരി ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്താണ് ഈജാബ്? അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഉടമപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ മേൽ വ്യക്തമായി അറിയിക്കുന്ന വാചകം, അതാണ് അതിൻ്റെ ആൻസർ. ഭർത്താവിന് ഭാര്യയോടുള്ള കടമകൾ ഏതെല്ലാം? നല്ല നിലയിൽ ജീവിക്കൽ, ചിലവ്, മഹർ, ദിവസം അംശയിച്ച് നൽകുക. 1-ൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ ദിവസം അംശയിച്ചു കൊടുക്കണം ഭർത്താവ് ഭാര്യയ്ക്ക്. ഇജാറത്ത് എത്ര വിധം? അവയവ 2. ഇജാറത്തു ഐൻ, ഇജാറത്തു ദിമ്മത്ത്. ത്വലാഖ് ചൊല്ലിയ സ്ത്രീ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാം ആർക്ക്? ത്വലാഖ് ചൊല്ലിയ സ്ത്രീയെ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാം ആർക്ക്? 1 or 2 ത്വലാഖ് ചൊല്ലിയവർക്ക്. 1 or 2 ത്വലാഖ് ചൊല്ലിയവർക്ക്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. സാരമെഴുതുക. അതിനർത്ഥം ഇതാനാണ്: നിങ്ങളെല്ലാം ഭരണാധികാരികളാണ്, ഭരണത്തെക്കുറിച്ച് എല്ലാവരോടും ചോദിക്കപ്പെടും. ഷിർക്കത്തുൽ ഇനാൻ എന്നാൽ എന്ത്? കച്ചവടം ചെയ്യാൻ വേണ്ടി 2 പേർ അവരുടെ സമ്പത്തിൽ പങ്കുകാരാവുന്നതിനാണ് എന്ത് പറയുന്നത്? ഷിർക്കത്തുൽ ഇനാൻ എന്ന് പറയുന്നത്. സാക്ഷി നിൽക്കുന്നവൻ അദാലത്ത് നിർബന്ധമാണ്. എന്താണ് അദാലത്ത്? സാക്ഷി നിൽക്കുന്നവന് അദാലത്ത് നിർബന്ധമാണ്. എന്താണ് അദാലത്ത്? വൻദോഷങ്ങൾ ഒഴിവാക്കുക, ചെറുദോഷങ്ങൾ സ്ഥിരമാക്കൽ ഒഴിവാക്കുക. ഇതിനാണ് അദാലത്ത് എന്ന് പറയുന്നത്. ഇനി 5 വരിയിൽ കുറയാതെ എഴുതുക. ഇദ്ദയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ബുക്കിൽ പലതും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം എഴുതുക. ഇദ്ദ ഇരിക്കാനുണ്ടാകുന്ന കാരണങ്ങൾ എഴുതുക. 3 കാരണങ്ങളാണ് പറയുന്നത്. അതിൽ ഓരോന്നിൻ്റെയും ഇദ്ദ എത്ര കാലയളവാണ് എന്നത് വേർതിരിച്ച് എഴുതിയാൽ ഇതിൻ്റെ 6 മാർക്കും എന്ന് കിട്ടും, പൂർണ്ണമായിട്ട് ലഭിക്കും. ഇനി ഖിറാദ് എന്ന് പറഞ്ഞാൽ ലാഭക്കൂറ് കച്ചവടം, മുദാറബ എന്നും അതിന് പറഞ്ഞ പേരുണ്ട്. അപ്പോൾ ഈ ലാഭക്കൂറ് കച്ചവടത്തിൻ്റെ റുക്കനുകളും അതുപോലെ തന്നെ അതിൻ്റെ ഷർത്തുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇതിൽ എഴുതി വെക്കണം. എന്നാലേ ഇതിന് 6 മാർക്ക് ലഭിക്കുകയുള്ളൂ.